ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ റെസിപ്പിയായ കടലമാവ് കൊണ്ട് ഹൽവ ഉണ്ടാക്കാം. ഹിന്ദിയിൽ പറയുന്ന പേരാണ് ബേസൻ ഹൽവ. ബേസൻ എന്ന് വെച്ചാൽ കടലമാവ്. ഇതിൻ്റെ ടെക്സ്ചർ ഉണ്ടല്ലോ വളരെ സോഫ്റ്റാണ്. നമ്മൾ റവ കേസരിയൊക്കെ പോലെ ഇരിക്കും. 10 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെസർട്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു സ്വീറ്റ് ഡിഷ് ആയതുകൊണ്ട് നെയ്യ് കുറച്ച് കൂടുതൽ ആവശ്യം വരും കേട്ടോ. പിന്നെ നെയ്യുടെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ലാത്തവർ കുറച്ച് കുറവ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഈ എല്ലാ ഐറ്റംസും ഞാൻ സെയിം കപ്പിലാണ് മെഷർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. റവ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഹൽവയുടെ ടെക്സ്ചർ നല്ല ഇങ്ങനെ തരി പോലെ ഇരിക്കും. ഇനി നമുക്കിതിനെ കുറച്ച് നേരമിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതും ലോ ഫ്ലെയിമിലിട്ട് ഇളക്കാട്ടോ. എന്താ വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മൾ കടലമാവ് പെട്ടെന്ന് കരിയും. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഇത് ഇളക്കി തുടങ്ങുമ്പോൾ കുറച്ച് ഡ്രൈ ആയി തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോളൂ. ഇളക്കി ഇപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് നോക്കിയേ, നല്ല തരി പോലെ ആയിട്ടില്ലേ. ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ രണ്ടാമത് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നോക്കിക്കോളൂ, നമ്മൾ ഈ കടലമാവിൻ്റെ മിക്സർ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ടെക്സ്ചറായി വരും. ഇപ്പോൾ ഒന്ന് നോക്കിയേ, കണ്ടില്ലേ നല്ല സോഫ്റ്റായി ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കളറും കുറച്ചുകൂടി ഡാർക്കായി വരും. പിന്നെ ഈ കടലമാവ് മിക്കൊരു വീട്ടിലും കാണും. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ കടലമാവൊക്കെ വീർത്ത് നല്ല സ്മൂത്ത് ടെക്സ്ചറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുത്ത ഉടനെ ഉണ്ടല്ലോ നമ്മളുടെ ഈ കടലമാവിൽ ഇങ്ങനെ ബബിൾസ് വരാൻ തുടങ്ങും, ഇങ്ങനെ പതയാൻ തുടങ്ങും. അപ്പോൾ നമ്മളുടെ ഈ ഹൽവയുടെ ടെക്സ്ചർ ഒന്നും കൂടി ഒന്ന് തരിയാവും. നമ്മൾ ഈ ഒഴിച്ച പാല് നമ്മൾ കടലമാവ് നന്നായി സോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇനി അടുത്ത 1 ടേബിൾ സ്പൂൺ കൂടി പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത്തെ ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പാല് നന്നായി അബ്സോർബ് ആയിക്കോളും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വീറ്റ് ഡിഷിനൊക്കെ പഞ്ചസാര പാനി ഉണ്ടാക്കൂലേ, ലൈനി, അത് ഇതിൽ വേണ്ട കേട്ടോ. ഇതിൽ നമുക്ക് ഡയറക്റ്റായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഇങ്ങനെ പഞ്ചസാര ചേർക്കുമ്പോൾ എന്താ ഗുണം എന്നറിയോ, നമ്മളുടെ ഈ പഞ്ചസാര കാരമലൈസ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും നമ്മുടെ ഹൽവയ്ക്ക്. അപ്പോൾ ഫ്ലെയിം നമ്മൾ എപ്പോഴും ലോയിൽ തന്നെ വെക്കാം കേട്ടോ. എന്നിട്ട് പഞ്ചസാര അലീന വരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാലും പഞ്ചസാരയും ഒക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ ഈ ഹൽവ കുറച്ചൊന്ന് ഡ്രൈ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. പക്ഷേ ഈ ചൂടുവെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കുറച്ച് ഒഴിച്ചിട്ട് അത് ഫുള്ളായിട്ട് അബ്സോർബ് ആയതിന് ശേഷം മാത്രം ബാക്കി പിന്നെയും ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളുടെ ഈ ഹൽവ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹൽവ അങ്ങനെ നല്ല സോഫ്റ്റായി വെന്ത് കഴിയുമ്പോണ്ടല്ലോ നമ്മൾ ഈ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു പോരാൻ തുടങ്ങും. അപ്പോൾ നമ്മളുടെ ഹൽവ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ചേർക്കുമ്പോൾ തന്നെ നമ്മളുടെ ഹൽവയ്ക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? എളുപ്പമല്ല ഉണ്ടാക്കിയെടുക്കാൻ. ആകെ ഒരു 10-15 മിനിറ്റ് മതി. നമ്മുടെ കടലമാവും റവയൊക്കെ ഒന്ന് വെന്ത് വരാനുള്ള സമയം കിട്ടിയാൽ മതി. അതാണെച്ചാൽ പെട്ടെന്ന് വേവും. ഇനി ഈ ഹൽവയുടെ ടേസ്റ്റും ഭംഗിയും കൂട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്ത കാഷ്യൂ നട്ട്സും ബദാമും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത് നട്ട്സ് ആയാലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്വീറ്റ് ഡിഷൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ എൻഡിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ ഓർമ്മിപ്പിക്കുന്ന പോലെ വീഡിയോ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനിയൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്ക് ടേക്ക് കെയർ, ബൈ.